നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലുള്ള പാക് വിസക്കാരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. അതിനിടെ സന്ദർശക വിസയിൽ സൗദി അറേബ്യയിൽ നിന്ന് മലപ്പുറത്തേക്ക് വന്ന പാക് പൗരയായ യുവതി തിരിച്ചുപോയി. തിരൂർക്കാട് സ്വദേശി വിവാഹം കഴിച്ച യുവതി ഏതാനും ദിവസം മുമ്പാണ് കേരളത്തിലെത്തിയത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് യുവതി സ്വമേധയാ തിരിച്ചു പോവുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു. ദമ്പതിമാർ സൗദിയിൽ സ്ഥിരതാമസമാക്കിയവരാണ്. കേരളീയരെ വിവാഹം കഴിച്ച് വർഷങ്ങളായി കേരളത്തിൽ കഴിയുന്ന ദീർഘകാല വിസയുള്ള പാകിസ്ഥാൻ പൗരന്മാർക്ക് കേരളം വിടേണ്ടി വരില്ല. പോലീസ് കണക്കനുസരിച്ച് കേരളത്തിൽ 104 പാകിസ്ഥാൻ പൗരന്മാരാണുള്ളത്. 45 പേർ ദീർഘകാല വിസയിലും 55 പേർ സന്ദർശക വിസയിലും 3 പേർ ചികിത്സയ്ക്കായും എത്തിയവരാണ്. ഒരാൾ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചതിനാൽ ജയിലിലുമാണ്. ചികിത്സയ്ക്കായി എത്തിയവരും മടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ചികിത്സ തേടി 50ഓളം പേർ കേരളത്തിൽ ഉണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ വിശദ പരിശോധനയിലൂടെയാണ് വസ്തുതകളിലേക്ക് പോലീസ് എത്തുന്നത്. താൽക്കാലിക വിസയെടുത്ത് കച്ചവടത്തിനും വിനോദസഞ്ചാരത്തിനും ചികിത്സയ്ക്കും എത്തിയ പാകിസ്ഥാൻകാർ ചൊവ്വാഴ്ച മുമ്പ് രാജ്യം വിടേണ്ടതുണ്ട്. ഇത്തരത്തിൽ 59 പേരാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഏതാനും പേർ മടങ്ങുകയും ചെയ്തു. ദീർഘകാല വിസയുള്ളവർ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതലും. ഇവർ പലരും വിവാഹിതരായ കുടുംബങ്ങളോട് കഴിയുന്നതാണ്. മെഡിക്കൽ വിസയിലെത്തിയവർ 29-നും വിനോദസഞ്ചാര വിസയിലും മറ്റുമെത്തിയവർ 27-നുമുള്ളിൽ രാജ്യം വിടണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഉത്തരവ് വെള്ളിയാഴ്ച ഉച്ചയോടെ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് 5 പാക് പൗരന്മാരാണ് നിലവിലുള്ളത്. ഇതിൽ നഗരപരിധിയിലുള്ളയാൾക്ക് ദീർഘകാല വിസയുണ്ട്. ഇതിനിടെയാണ് സൗദിയിൽ നിന്നെത്തിയ പാക് യുവതി തിരിച്ചുപോയത്. പോലീസ് തന്നെ മനസ്സിലാക്കിയ കാര്യമാണിത്. പാകിസ്ഥാൻ പൗരന്മാരെ ഉടൻ കണ്ടെത്തി തിരിച്ചയക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ വിസകളും റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. എല്ലാ സംസ്ഥാനത്തിലുമുള്ള പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തിയ ഉടൻ നാടുകടത്താനാണ് നിർദ്ദേശം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് ഏപ്രിൽ 27-നകം രാജ്യം വിടാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മെഡിക്കൽ വിസയുള്ള പാക് പൗരന്മാർക്ക് 2 ദിവസം കൂടി അധികമായി ലഭിക്കും. ഇവർ ഏപ്രിൽ 29-നകം രാജ്യം വിടേണ്ടി വരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞു. നയതന്ത്ര നടപടികളുടെ ഭാഗമായാണ് പാക് പൗരന്മാർക്ക് പുതുതായി വിസ നൽകുന്നതും ഇന്ത്യ നിർത്തിവെച്ചിട്ടുണ്ട്. നിലവിലുള്ള വിസകൾ റദ്ദാക്കുകയും ചെയ്തു. കൂടാതെ ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുതെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള സംഭവവികാസങ്ങളുടെ തുടർച്ചയായി ഇന്ത്യയുമായുള്ള 1972 ഷിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പ്രവേശനാനുമതി നിഷേധിച്ചുകൊണ്ട് പാക് വ്യോമമേഖല അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 1988 ഇസ്ലാമാബാദിൽ നടന്ന 4ാം സാർക്ക് ഉച്ചകോടിയുടെ തുടർച്ചയായി 1992 നടപ്പാക്കിയ സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരമുള്ള യാത്രകളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ പരസ്പരം പ്രധാനമായും വിലക്കിയിട്ടുള്ളത്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിസ ആവശ്യമില്ലെന്ന സ്റ്റിക്കർ വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകുന്നതായിരുന്നു രീതി. സ്റ്റിക്കർ ലഭിക്കുന്നവർക്ക് 8 സാർക്ക് രാജ്യങ്ങളിൽ എവിടെയും മറ്റു രേഖകളൊന്നും കൂടാതെ സഞ്ചരിക്കാം. നിലവിൽ ജഡ്ജിമാർ, പാർലമെന്റ് അംഗങ്ങൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, മാധ്യമപ്രവർത്തകർ, കായിക താരങ്ങൾ, നയതന്ത്രജ്ഞർ, സാർക്ക് പദ്ധതിയിൽ പങ്കെടുക്കുന്ന സന്നദ്ധ സംഘടനകളുടെ ആളുകൾ തുടങ്ങി 24ഓളം ജീവനക്കാരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 1 വർഷത്തേക്കാണ് ഈ വിസ സ്റ്റിക്കർ സാധാരണ അനുവദിച്ചിരുന്നത്.